नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में स्वागत करती हूँ. ടീച്ചറിന്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. 9ാം ക്ലാസ്സിലെ എല്ലാവരും ഹിന്ദി ടെക്സ്റ്റ് ഒക്കെ എടുത്ത് റെഡിയാകുക. ഇന്ന് ടീച്ചർ എടുക്കുന്നത് യൂണിറ്റ് 3 ഇക്കായി 3ലെ 3 ലെസൺസ്, ആ 3 പാഠങ്ങളുമാണ്. അപ്പം നമ്മുടെ യൂണിറ്റ് 3ൽ ഇക്കായി 3ലെ 3 ലെസണാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണത്? വെങ്കടേഷ് മാഡ്ഗുൽക്കറിന്റെ ചെറുകഥയായ നംഗേ പയർ, അതുപോലെ നെക്സ്റ്റ് തൂഫാനോം കി ഓർ ഘുമാദോ നാവിക് എന്ന ശിവമംഗൾ സിംഗ് സുമന്റെ കവിതയും, പിന്നെ അന്തർക്കെ ഓർ ബാഹർക്കെ എന്ന ഒരു അതിരിക്ത വാചനായി വച്ചിരിക്കുന്ന ഒരു വ്യംഗ്യ ലേഖനവും. അപ്പൊ എന്തൊക്കെയാണ്? വെങ്കടേഷ് മാഡ്ഗുൽക്കറിന്റെ ചെറുകഥയായ നംഗേ പയർ, പിന്നെ അടുത്തത് ഒരു കവിത, നെക്സ്റ്റ് ഒരു വ്യംഗ്യ ലേഖനവും. അപ്പോൾ എല്ലാവരും ഒരു ഷാർപ്പൻ ചെയ്ത പെൻസിലൊക്കെ എടുത്ത് ക്ലാസ്സിലേക്ക് വേണ്ടി റെഡിയാവുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായി ടീച്ചർ ഇന്ന് 3 ലെസൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. പിന്നെ അതുപോലെ നിങ്ങൾക്കിപ്പം കുറച്ചുകൂടി സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചാനൽ ലിങ്കിൽ കയറി നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്ത് അതിലേത് ക്ലാസ്സാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് നോക്കിയെടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ ക്ലാസ് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പുതിയ മക്കളാണെങ്കിലും തന്നെ ക്ലാസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഐക്കൺ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചർ ഇടുന്ന ക്ലാസ്സിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കും. പിന്നെ ഇപ്പോൾ പ്ലേലിസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ സെലക്ട് ചെയ്ത് അപ്പോൾ തന്നെ കാണുന്ന എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആയിയെ മേരെ സാത്ത്. അപ്പോൾ നമ്മുടെ യൂണിറ്റിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മുല്ല നസറുദ്ദീൻ്റെ ഒരു രസകരമായ ഒരു ഭാഗം കാണാം അല്ലേ? മുല്ലയെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ 5th സ്റ്റാൻഡേർഡിലൊക്കെ ചിരിയും ചിന്തയും എന്ന യൂണിറ്റിലൊക്കെ മുല്ലയുടെ വെണ്ണയുടെ കഥ അല്ലേ, നിങ്ങളതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടുള്ളതും ഒക്കെയാണ്. ഇവിടെ മുല്ലയെ നിങ്ങൾക്ക് കാണാം. മുല്ല എന്താണ് ചെയ്യുന്നത്? മുല്ല ഏക്ക് ദാവത്തുമേ മുല്ല നസറുദ്ദീൻ ദോനോ ഹാത്ത് സെ ഖാന ഖാ രഹാ താ. ദാവത്ത് എന്താ മക്കളെ? ആ ഒരു സദ്യയിൽ അവ എന്താ ചെയ്തത്? അദ്ദേഹം 2 കൈയും വെച്ച് ഫുഡ് കഴിക്കുന്നതാണ് കണ്ടത്. കിസിനെ ടോക്ക മുല്ല യഹ് ക്യാ കർ രഹേ ഹേ. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഒരാൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? മുല്ല എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ലേ. ദോനോ ഹാത്ത് സെ ഖാ രഹേ ഹോ. എന്ത് ചെയ്യുകയാണ്? 2 കൈയും കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുവോ? കണ്ടു നിന്ന ആൾ ചോദിച്ച ചോദ്യമാണ് അല്ലേ. അപ്പൊ എന്താ മുല്ലയുടെ മറുപടി? തീസര ഹാത്ത് ജോ നഹി ഹെ മുല്ലാനെ ജവാബ് ദിയ. അതായത് മുല്ല എന്താ പറഞ്ഞത്? 3 കൈ ഇല്ലല്ലോ. മുല്ല മറുപടി പറഞ്ഞു അല്ലേ. അപ്പോൾ അതായത് അപ്പൊ ഇവിടെ നമുക്കറിയാം അല്ലെ, ജീവിക്കാൻ നമുക്ക് എത്ര കൈകൾ ആവശ്യമുണ്ട്. നമുക്ക് തന്നെ അറിയാം, കൈകളില്ലാതെ ജീവിക്കാൻ നിർബന്ധിതരായ ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ കൈകൾ നമ്മുടെ അവയവങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലേ. എന്നാൽ ആ അവയവങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അതിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് വെങ്കടേഷ് മാഡ്ഗുൽക്കറിന്റെ നംഗേ പയർ ശരിക്കും ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാണിത്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും. കാരണം അതിലൊരു വലിയ സത്യം ഉറങ്ങിക്കിടക്കുന്നതാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടിയുടെ തന്നെ ഒരു കഥയാണ്. അപ്പം നമുക്ക് ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കഥാകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കഥാകൃത്തിനെ നോക്കൂ. വെങ്കടേഷ് മാഡ്ഗുൽക്കർ. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ ജനനം 1927 മാഡ്ഗുൽ ഗാവ്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ മാഡ്ഗുൽ ഗാവിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിലും എന്തുണ്ട്? മാഡ്ഗുൽക്കർ. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് 2001-ലായിരുന്നു.
പ്രമുഖ മറാഠി രചനാകാർ, അതായത് പ്രമുഖനായ ഒരു മറാഠി എഴുത്തുകാരൻ. ദേഹാത്തി ജീവൻ കെ യഥാർത്ഥപരക് ലേഖൻ കെ ലിയെ വിഖ്യാത്. ദേഹാത്തി ജീവൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഗ്രാമീണ ജീവിതമാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുന്നതിൽ വളരെ വിഖ്യാതനായിരുന്നു, പ്രസിദ്ധനായിരുന്നു നമ്മുടെ വെങ്കിടേഷ് മാഡ്ഗുൽക്കർ. 8 ഉപന്യാസോ 200 സെ അധിക കഹാനിയോ, 8 നോവലുകളും 200-ൽ അധികം കഥകളും, 40 സെ ജ്യാദ പട്കഥാവും, അതുപോലെ 40-ലധികം പട്കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലേ, തിരക്കഥകളും, പിന്നെയോ കുച്ച് ലോകനാട്യവും തഥാ യാത്രാ വിവരണവും സെ സമ്പന്നഹേ, അതോടൊപ്പം ഏതാനും കുറച്ച് നാടൻ നൃത്തരൂപങ്ങളും അതോടൊപ്പം യാത്രാ വിവരണങ്ങളും ഒക്കെ കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ. പ്രമുഖ രചനായം, അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൺദേശി മാൺസേ, അതുപോലെ ബാൻഗർവാടി ആദി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ ഏതൊക്കെയായിരുന്നു? മാൻദേരി മാൻഡേ ഓർ ബാനഗർ വാടി. आपकी मुख्य रचनाओं के अनुवाद अंग्रेजी, जर्मन तथा एकाधिक ഭാരതീയ ഭാഷാവും ഹുവാ ഹെ. അപ്പോൾ അതായത് ലാസ്റ്റ് ലൈനിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു പ്രത്യേകത മനസ്സിലാക്കാം. കാരണം അതിൻ്റെ പരിഭാഷകൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള കഥയുടെ പരിഭാഷകൾ ഇംഗ്ലീഷും ജർമ്മൻ ഭാഷ എന്ന് വേണ്ട ഒന്നിലധികം ഭാരതീയ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. അതായത് അത്ര മനോഹരമായ ആയതുകൊണ്ടാണ് അതിനെ പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. अब आइए मेरे साथ नंगे पैर की ओर. നോക്കൂ മക്കളെ, ദോപ്പഹർ കാ സമയ ഥാ. ദോപ്പഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഉച്ച കഴിഞ്ഞുള്ള സമയം. ദോപ്പഹർ കാ സമയ ഥാ. ബേബി അപ്പിനെ പലങ്ക് പർ ബൈഠി. നങ്കെ പയർ എന്നുള്ള പേരിന്റെ അർത്ഥം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നങ്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നേക്കഡ് അല്ലേ? അപ്പോൾ അതായത് നങ്കെ പയർ എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാത്ത കാല്. ഓക്കെ, അപ്പോൾ കാലിൽ ഒന്നുമില്ല അല്ലേ? നങ്കെ ആയിട്ടുള്ള പയർ, കാല്. നോക്കൂ, ഇനി കഥയിലേക്ക് വരാം. ദോപ്പഹർ കാ സമയ ഥാ, ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. बेबी अपने पलंग पर बैठी खिड़की से बाहर देखी रही थी. ബേബി അപ്പൊ ബേബി എന്ന് പറയുന്നതാണ് നമ്മുടെ കഥാനായിക. ബേബിയാണ് നമ്മുടെ കഥാനായിക. അപ്പൊ ബേബി എന്ത് ചെയ്യുകയായിരുന്നു? പലങ്ക് പർ, പലങ്ക് എന്താ മക്കളെ? കട്ടിലാണ് കേട്ടോ, കോട്ട്. പലങ്ക് പർ ബൈഠി കിഡ്കി സെ ബാഹർ ദേഖി രഹി ഥി. കിഡ്കി വിൻഡോ, ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. बीच हॉल में रखे रेडियो में 12:30 बजे के റിക്കോർഡ് ബജി രഹേ ഥേ. ബീച്ച്, മധ്യഭാഗത്തായിട്ട് വീടിൽ ഹാൾ ഉണ്ട്, നിങ്ങൾക്കറിയാലോ ഹാളിൽ എന്ത് ചെയ്യുന്നു? രഖേ, അവിടെ വച്ചിട്ടുള്ള റേഡിയോ. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്റർനെറ്റിൻ്റെ ഒന്നും ടൈമല്ല, അന്ന് റേഡിയോയുടെ ഒരു സമയമാണ്. അപ്പോൾ റേഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാളിൽ വച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്താണ്? 12:30 എന്ന് പറഞ്ഞാൽ 12:30 മണിക്കുള്ള റെക്കോർഡ് അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുള്ള പരിപാടിയുടെ മുഴക്കം റേഡിയോയിലൂടെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ശാന്ത മഹോൽ മേ ഗീത് കെ സുർ ഗൂഞ്ച് രഹേ ഥേ. അപ്പോൾ 12:30 മണി സമയം. അതുപോലെ ശാന്ത മഹോൽ എന്ന് പറഞ്ഞാൽ മഹോൽ, അന്തരീക്ഷം. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ, ശാന്തമായ അന്തരീക്ഷത്തിൽ പാട്ടിന്റെ സ്വരം എന്ത് ചെയ്യുകയായിരുന്നു? ഗൂഞ്ച് രഹേത്തെ, ഗൂഞ്ചിന മുഴങ്ങിക്കൊണ്ടിരിക്കുക. അതായത് റേഡിയോയിലൂടെ പാട്ട്, 12:30യുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാമനേക്ക ബന്ദ് ഫാടക് ഹോൽക്കർ പോസ്റ്റ്മാൻ ഫീദർ ആയ. തൊട്ടടുത്തുള്ള ഫാടക് എന്താണ്? ഗേറ്റ് ഖോൽക്കർ ഓപ്പൺ ചെയ്ത് പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? ഫീദർ ആകെ, ഫീദർ മാനെ അന്തർ, അകത്ത് പ്രവേശിച്ചു. അഹാത്തേക്ക് ബജരി പർ ഉസ്കി ആഹട്ട് സുനായി ദി. അഹാത്തേക്ക് ബജരി പർ, പുറത്തുള്ള എന്താണ്? ബജരി എന്ന് പറഞ്ഞ ഗ്രാവലാണ്. ഈ ചരലിൽ ഉസ്കി മാൻ കിസ്കി, പോസ്റ്റ്മാന്റെ ആഹട്ട് എന്താണ്? കാലടി ശബ്ദം. കാലിങ്ങനെ ആ ചരലിൽ
തടുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഉണ്ടാകുന്ന ശബ്ദം അത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരാളിൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. പോസ്റ്റ്മാൻ കി ആവാസ് ഉസ്കെ കാനോമേ ആയി. പോസ്റ്റ്മാൻ്റെ ശബ്ദം, കുറച്ച് പോസ്റ്റ് എന്ന് വിളിച്ചു അല്ലേ, അപ്പോൾ ആ പോസ്റ്റ് എന്ന് വിളിക്കുന്ന ശബ്ദം ആരുടെ ചെവിയിൽ വന്നു, ബേബിയുടെ ചെവിയിൽ അടിച്ചു. പർ പർശു പർ ടാക്ക് കെ ഗിർനെ കി ആവാസ് സുനായി നെഹിന്ദി. എന്നാൽ എന്താണ്, ആ പോസ്റ്റ്മാൻ ലെറ്റർ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു, പക്ഷേ തറയിൽ കത്ത് വന്ന് വീഴുന്ന ശബ്ദം കേൾക്കുന്നില്ല. അതിനർത്ഥം എന്താണ്, സാധാരണ പോസ്റ്റ്മാൻ ചെയ്യാറുള്ളത് പോസ്റ്റ് എന്ന് വിളിച്ചിട്ട് തറയിലേക്ക് ലെറ്റർ ഇട്ടിട്ട് പോകുകയായിരുന്നു. പക്ഷെ ഇന്ന് ആ ശബ്ദം കേൾക്കുകയുണ്ടായില്ല. ബേബി പീച്ചെ മുടി. അപ്പോൾ ഈ ശബ്ദം കേട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ബേബി പതുക്കെ പിറകോട്ട് തിരിഞ്ഞ് വളരെ സമ്പാൽക്കർ പലങ്ക് ഉതരി, വളരെ ശ്രദ്ധിച്ച്, സമ്പാൽക്കർ മനെ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് പലങ്ക് ഉതരി, കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങി. ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ബേബി എന്താണ്, ബേബിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ നമ്മുടെ കഥാകാരൻ തരുന്നത്. കാരണം ഫിർ ബൈസാഖിയോം കെ സഹായരേ, ബൈസാഖി എന്താ മക്കളെ, ഊന്നുവടി. അപ്പം നമ്മുടെ ബേബി എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ബേബിയെ നാം കാണുന്നത് എന്ത് ചെയ്യുന്നത്, ബേബി ഊന്നുവടിയുടെ സഹായത്തിലാണ് ഏക്കേക്ക് കഥം, ഓരോരോ ചുവടും ചൽക്കർ ദർവാസെ തക്കായി. അപ്പോൾ ഊന്നുവടിയോട് സഹായത്തോടുകൂടി കുട്ടി നടക്കുന്നു. അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യില്ല, ഒരു കാല് നഷ്ടമായിരിക്കുന്നു. അപ്പം നമ്മൾ കണ്ടു, ഇവിടെ ഫർഷ് എന്ന് പറഞ്ഞ ഫ്ലോർ, തറയിലാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ നാം കാണുന്നത്, വികലാംഗയായ ബേബി എന്ന പെൺകുട്ടിയെയാണ്. ബന്ദ് ദർവാസ ഖോൽനേസെ ഉസേ തോടാ സമയലേഖ, ഒരു കാലിൻ്റെ സഹായത്തോടുകൂടി മറ്റൊന്ന് ഊന്നുവടിയുടെയും സഹായത്തോടുകൂടി വരുന്ന കുട്ടിക്ക് ഡോറ് തുറക്കാൻ കുറച്ച് സമയമെടുക്കും അല്ലേ. അപ്പോൾ ഒരു അല്പ സമയമെടുത്ത് അവൾ ഡോറ് തുറന്നു. दरवाजे से बाहर और खाल को पार कर आगे आने में देर लगी. ദർവാസെ ഡോറിലൂടെ പുറത്തു വന്ന് ഹാൾക്കോ പാർക്കർ, ഹാളും പാർന കടക്കുക, ഹാൾ കടന്ന് ആകെ ആനെ മുന്നോട്ട് പോകുന്നതിൽ കുറച്ച് സമയം നേരിട്ടു. കാരണം കാല് വയ്യാത്ത കുട്ടിയാണ്. ഓ ദർവാസെ പർ പഹുഞ്ചി, എന്നിട്ട് അവൾ എവിടെ എത്തി, ഡോറിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ നോക്കൂ, എന്താ അവിടെ കണ്ടത്, വഹാം ഹാത്തുമേ ടാക്കിലിയെ പോസ്റ്റ്മാൻ ഖടാഥ. അവിടെ എന്ത് കാണുന്നു മക്കളെ, കയ്യിൽ ടാക്ക് എന്താണ്, പോസ്റ്റ്, കയ്യിൽ പോസ്റ്റുമായിട്ട് പോസ്റ്റ്മാൻ നിൽപ്പുണ്ടായിരുന്നു. ഫർഷ് ഫ്ലോർ, തറയിൽ ടാക്ക് ഫേങ്കക്കർ അഭി ഗയാ നഹിന്ത, തറയിൽ എഴുത്തെറിഞ്ഞിട്ട് പോസ്റ്റ്മാൻ പോയിരുന്നില്ല. സീട്ടിയും കെ ഊപ്പർ ഹോക്കർ ഉസ്നെ ഹാത്ത് ബെഡായ, സീട്ടിയും കെ ഊപ്പർ, സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നുകൊണ്ട് കൈ കത്തിനായിട്ട് നീട്ടി. ഉസ്നെ ധ്യാൻ ദിയാക്കി ആജ് പോസ്റ്റ്മാൻ ദൂസരി ഹി ഹേ, കാരണം ഇപ്പോഴാണ് ബേബി പോസ്റ്റ്മാനെ നോക്കിയത്, പോസ്റ്റ്മാൻ മറ്റൊരാളാണ്. കാരണം നമുക്ക് തന്നെ ഊഹിക്കാം, കാരണം എന്നും ലെറ്റർ തറയിലിടുമായിരുന്നു, ഇന്ന് ഇട്ടില്ല. അപ്പോൾ ശരിക്കും പോസ്റ്റ്മാൻ മറ്റൊരാളായതുകൊണ്ടാണ് ആ ചിട്ടയിൽ വ്യത്യാസം വന്നത്. സദാക്ക വഹ് ദാഡിവാല പോസ്റ്റ്മാൻ നഹി, സദാക്ക മാനെ എപ്പോഴും വരാറുള്ള ആ ദാഡിവാല, ദാഡി എന്താണ്, ആ താടിയാണ് കേട്ടോ, മലയാളത്തിൽ താടി തന്നെയാണ്, താടിയുള്ള പോസ്റ്റ്മാൻ ആയിരുന്നില്ല. ബച്ചോം കെ സേ ചെഹരേവാല എ നയാ പോസ്റ്റ്മാൻ, കുട്ടികളുടെ മുഖം പോലെയുള്ള മുഖമുള്ള ഒരു പുതിയ പോസ്റ്റ്മാൻ. ഉസ്നെ ഏക് നസർ ബേബി കെ പൈരോം കി ഓർ ദേഖ, ഈ പുതിയ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് അദ്ദേഹം നേരെ ബേബിയുടെ കാലുകൾക്ക് നേരെ നോക്കി. ഉസേ ഷായദ് ധക്കാസ ലഗ, ഒരു പക്ഷേ അയാൾക്ക് എന്ത് തോന്നി, ധക്കാസ, അത്ഭുതം തോന്നി, ആശ്ചര്യപ്പെട്ടു. ഉസ്നെ ടാക്ക് ബേബിക്ക് ഖാത്തമേ ദേദി, കാരണം കാലിലേക്ക് നോക്കിയപ്പോൾ കാലില്ലാത്ത കുട്ടി എന്ന് കണ്ടപ്പോൾ അയാൾക്ക് ഒരു ഷോക്ക് ഏറ്റതുപോലെ ആയി. അയാൾ എന്ത് ചെയ്തു, ലെറ്റർ നേരെ കുട്ടിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. ബൂട്ടെ പോസ്റ്റ്മാൻ की तरह इस പോസ്റ്റ്മാൻ ने उससे कोई बात न की. ബൂട്ടെ പോസ്റ്റ്, ഇതുവരെ വന്നുകൊണ്ടിരുന്നത് വയസ്സായ ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു. ആ ഓൾഡ് പോസ്റ്റ്മാനെ പോലെ തന്നെ ഈ പോസ്റ്റ്മാനും ബേബിയോടൊന്നും മിണ്ടിയില്ല. മാം കെ ഹാത്ത് മേ ടാക്ക് ദേക്കർ ബേബി പീച്ചേക്ക് ഓർ മുടി, നേരെ കത്ത് കൊണ്ടുവന്ന് ബേബി അമ്മയുടെ കയ്യിൽ കത്ത് കൊടുത്തിട്ട് നേരെ പിന്നിലേക്ക് മുടിന തിരിയുക, പീച്ചെ പുറകിലേക്ക് തിരിഞ്ഞു. ഓർ ബെഡി കുർസി പർ ബൈഠ്കർ ബോലി, എന്നിട്ട് ഒരു വലിയ ചെയറിൽ പോയി ഇരുന്നു കൊണ്ട് പറഞ്ഞു, മാം ആജ് കാ പോസ്റ്റ്മാൻ നയാ ഥാ, അമ്മേ ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയതായിരുന്നു.
അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? തോ ഇസ്മേ ആശ്ചര്യക്ക് കോൻസി ബാത്ത് ഹേ, ബദൽ ഗയാ ഹോഗ. ഓ, ഇതിൽ അത്ഭുതത്തിന്റെ എന്ത് കാര്യമാണുള്ളത്? ആ, മാറിപ്പോയി കാണും. അതായത് ഒരു പോസ്റ്റ്മാൻ മാറി അടുത്ത ആൾ വന്ന് കാണും, മാറിപ്പോയിട്ടുണ്ട്, മാറി വന്നു കാണും എന്ന് അമ്മ എന്ത് ചെയ്യുന്നു? അതിലൊരു അത്ഭുതവും ഇല്ലാതെ അമ്മ മറുപടി പറയുന്നു. ബേബിക്ക് മാനെ ബാൽമിത്ര ക നയാ അങ്ക് ബേബിക്ക് ആഞ്ചൽ മേ രേഖ. ബേബിയുടെ അമ്മ എന്ത് ചെയ്തു? ബാൽമിത്ര എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ചിത്രകഥാ ബുക്കാണ്. ബാലരമ പോലുള്ള ഒരു ബുക്ക്. ബാലമിത്രം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതിന്റെ നയ അങ്ക്, പുതിയ പതിപ്പ്, അതായത് ഓരോ ആഴ്ചയിലും വരുന്നതാകും. അത് കൊണ്ടുവന്ന് ബേബിക്ക് ആഞ്ചൽ, ബേബിയുടെ ആഞ്ചൽ മനെ ലാപ്പ്, മടിത്തട്ടിൽ കൊണ്ടുവന്ന് രേഖ വച്ചു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ വഹ് അപ്നെ കമരെ മേൻ ചലി ഗയി. എന്നിട്ട് റേഡിയോ എന്ത് ചെയ്തു? ഓഫ് ചെയ്തു. ബന്ദ് കർണ ഓഫ് ചെയ്തിട്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് പോയി. ദോപഹർ മേ ബേബിക്കോ ഹമേശ അകേലാപ്പൻ ലഗത്ത. ദോപഹർ മേ, ഉച്ച കഴിയുന്ന എല്ലാ ദിവസവും ബേബിക്ക് എന്താണ്? എല്ലാ ദിവസവും അകേലാപ്പൻ എന്ന് വെച്ചാൽ ഏകാന്തത, ലോൺലിനെസ് എന്ത് ചെയ്യുന്നു? ഫീൽ ചെയ്യുമായിരുന്നു. കാരണം അവളോട് സംസാരിച്ചിരിക്കാനൊന്നും ആരുമില്ല. വാ കിസ്കെ സാത്ത് ബാത്ത് കരെ, അവൾ ആരോടൊപ്പം സംസാരിക്കും? കിസ്കെ സാത്ത് ഹസെ, ആരോടൊപ്പം ചിരിക്കും? ഏഹ് പ്രശ്ന സദാ ഹി ബനാ രഹ്ത, ഇത് എപ്പോഴും ഉണ്ടാകുന്നതായിരുന്നു. ഐസെ ഹി സമയമേ വഹ് ബൂട്ടാ പോസ്റ്റ്മാൻ ആ ജായാ കർത്ത. ഇങ്ങനെ അവൾ എന്ത് ചെയ്യണം? ആരോടും സംസാരിക്കാനില്ലാതെ അവൾ ആകെ മുഷിഞ്ഞിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് മക്കളെ? നമ്മുടെ പഴയ പോസ്റ്റ്മാൻ വന്നുകൊണ്ടിരുന്നത്. വഹ് ഹമേശാ ഹി ജൽദി മേ രഹ്ത. ആ പോസ്റ്റ്മാൻ വന്നെന്ന് കരുതി അയാൾ എപ്പോഴും ധൃതിയിലായിരുന്നു. കാരണം പോസ്റ്റ്മാന്റെ ജോലി നിങ്ങൾക്കറിയാം എന്താണ്? പോസ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? ഓടി ഓടി ഓരോ സ്ഥലത്തും പോസ്റ്റ് കൊണ്ട് ലെറ്റർ എത്തിക്കേണ്ടതുണ്ട്. 3 മണിക്ക് മുമ്പ് അയാൾക്ക് അയാളുടെ വർക്ക് തീർക്കണം. അയാൾ എപ്പോഴും ധൃതിയിലായിരുന്നു. ഫിർഫി കഫീഫി കിഡ്കി തക്ക് ജാക്കർ ടാക്ക് ദേത്ത. എന്നാൽ ചിലപ്പോ എന്ത് ചെയ്യുന്നു? എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ ജനലിന്റെ അടുത്താണ് കുട്ടി ഇരിക്കുന്നത് അല്ലെ, അവിടെ വന്ന് ലെറ്റർ കൊടുക്കുമായിരുന്നു. കൊയി പരിചിത ആയ ദേഖക്കർ ബേബിക്കോ അച്ഛാ ലഗത്ത. കൊയി ആരെങ്കിലും പരിചിതമായിട്ട്, ആരെങ്കിലും പരിചയമുള്ളവർ വന്ന ബേബിക്ക് എന്താണ്? വളരെ സന്തോഷമാണ്. കാരണം അവരോട് എന്തെങ്കിലും സംസാരിക്കാമല്ലോ. ഇസ്കെ ബാദ് തീസറേ ദിൻ ഫിർ പോസ്റ്റ്മാൻ കി ആവാസ് ആയി. ഇതിന് ശേഷം 3-ാമത്തെ ദിവസം വീണ്ടും പോസ്റ്റ്മാന്റെ ശബ്ദം കേട്ടു. ടാക്ക് ഗിർനെ കി ആവാസ് നഹീ സുനായി ദി. അന്നും ലെറ്റർ താഴെ വീഴുന്ന സൗണ്ട് കേട്ടതേയില്ല. ചൽത്തി ഹുയി ബേബി ആഹാത്യമേ ആയി. അപ്പൊ എന്ത് ചെയ്തു? ബേബി എന്ത് ചെയ്തു? നേരെ നടന്ന് പുറത്തെത്തി. പോസ്റ്റ്മാൻ അഫി ഖടാഹെ. അപ്പോഴും പോസ്റ്റ്മാൻ എന്താ ചെയ്യുന്ന മക്കളെ? അവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം പോയിരുന്നില്ല. ബേബിക്ക് ഓർ ദേഖുകർ വഹ് മുസ്കുരായ. നേരെ എന്ത് ചെയ്തു? ബേബിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പോസ്റ്റ്മാൻ പുഞ്ചിരിച്ചു. മുസ്കുരായ മനെ പുഞ്ചിരിച്ചു. ബേബി ഫി ഹസി. ബേബിയും ചിരിച്ചു. ബേബിക്ക് സന്തോഷമായി. ഒരു പോസ്റ്റ്മാൻ ആരെങ്കിലും ഒന്ന് ചിരിച്ചെങ്കിലും അവൾ കൊതിച്ചിരിക്കുന്ന സമയമാണ്. ടാക്ക് ലേക്കർ ബേബീനെ പൂച്ച. കത്ത് വാങ്ങിക്കൊണ്ട് ബേബി ചോദിച്ചു. ക്യാ തും നയേ പോസ്റ്റ്മാൻ ഹോ. എന്താ, നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ എന്ന് ബേബി ചോദിക്കുന്നു. ചിരിച്ചപ്പോഴേ ബേബി ഒരു സന്തോഷം കൊണ്ട് ബേബിയും സംസാരിക്കുകയാണ്. പോസ്റ്റ്മാൻ പറഞ്ഞു, ജി ഹാം, അതെ എന്ന് പോസ്റ്റ്മാൻ റിപ്ലൈ പറഞ്ഞു. ടാക്ക് ഫേങ്കർ തും ചലേ ജായാ കരോ, മുझे ആനെ മേ ദേർ ലഗത്തി ഹേ. എന്താ കുട്ടി പറഞ്ഞത്? ടാക്ക് ഫേങ്ക്, ലെറ്റർ എന്ത് ചെയ്യുക? ലെറ്റർ എറിഞ്ഞിട്ട് താങ്കൾ പൊയ്ക്കുള്ളൂ. മുझे, ഞാൻ വരുവാൻ എന്ത് ചെയ്യും? താമസം, ഞാൻ നടന്നെത്താൻ താമസിക്കും. അതായത് എൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് അത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട എന്നാണ് ആര് പറഞ്ഞത്? ബേബി പറഞ്ഞത്. പോസ്റ്റ്മാൻ ബേബിക്ക് പൈരോം കി ഓർ ദേഖ. പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? അപ്പോൾ നേരെ കുട്ടിയുടെ കാലിലേക്ക് നോക്കി. ഓർ ദേർ തക് മൗൻ രഹ. എന്നിട്ട് കാലിൽ തന്നെ നോക്കിയിട്ട് കുറേ നേരം മൗൻ രഹ, നിശബ്ദനായി, ഒന്നും മിണ്ടാതെ നിന്നു. ഇസ് ലഡ്കിക്കോ ഭഗവാനെ പയർ ക്യോ നഹീ ദിയേ. അയാളെ തൻ്റെ മനസ്സിൽ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? ഈ പെൺകുട്ടിക്ക് എന്തിനാ ഈശ്വര കാല് കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അതായത് ആ കുട്ടിയുടെ കാലില്ലാത്ത ബേബിയെ കാണുന്നത് അയാൾക്ക് അത്രത്തോളം വിഷമമുണ്ടാക്കി എന്ന് നമുക്ക് ഈ ഒരു സെന്റൻസിൽ നിന്നും മനസ്സിലാക്കാം. देखिए बच्चों, ഐസാ ഷായത് ഉസേ ലഗാ ഹോഗ. ഒരു പക്ഷേ അങ്ങനെ അയാൾക്ക് തോന്നി കാണും. ഇതെല്ലാം നമ്മുടെ കഥാകൃത്ത് തന്നെ പറയുകയാണ്. ഓ കുച്ച് ബോലാ നഹി.
പക്ഷെ അയാൾ ഒന്നും പറഞ്ഞില്ല. പർ ഉസ്കി ആങ്കോം സെ കുച്ച് യഹി ഭാവ് ചലക. എന്നാൽ അയാളുടെ കണ്ണുകളിലുണ്ടായ ഭാവം ഇതാണ് പറഞ്ഞത്. കണ്ണുകളിലുണ്ടായ ഭാവത്തിന്റെ ആ ഉത്തരം ഇതായിരുന്നു. എന്തിനാ ദൈവമേ ഈ കുട്ടിയോട് ഇങ്ങനെ ചെയ്തത്? ഈ കുട്ടിയുടെ കാലുകൾ എന്താ കൊടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യം ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു. ഉസ്നെ ബഹുത് ഹി കോമൾ തഥാ ദബി ആവാസ് മേ കഹ. അദ്ദേഹം നല്ല കോമളമായ സ്വരത്തിൽ, അതോടൊപ്പം ദബി ആവാസ്, അങ്ങ് അടക്കിയ സ്വരത്തിൽ, സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദം കുറച്ച് ചോദിച്ചു. ലഗിനെ ദോ ബഹിൻ, പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ്കി ടാക്കോ ജിസ് തിസ്കെ ഹാത്ത് മേ സോംപിനാ ഹെ, അഹാത്തെ മേ ഫെങ്കിനെ കാ നഹി. അപ്പൊ എന്താണ് നമ്മുടെ പോസ്റ്റ്മാൻ പറഞ്ഞത്? ലഗിനെ ദോ ബഹിൻ. അപ്പൊ ഇങ്ങനെ കത്ത് ഇട്ടിട്ട് പോകാനല്ലേ കുട്ടി പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്? അത് സാരമില്ല കുട്ടി, അത് അത്രയും സമയം എടുത്തോട്ടെ, കുട്ടി വരാൻ സമയം തോനെ എടുക്കുമെന്നല്ലേ പറഞ്ഞു, അത് എടുത്തോട്ടെ. ലഗിനെ ദോ ബഹിൻ, സമയം എടുത്തോളൂ. പോസ്റ്റ്മാൻ കാം, പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറഞ്ഞാൽ ആരുടെ കത്താണോ അത് അവരുടെ തന്നെ കയ്യിൽ കൊടുക്കുക, അവരുടെ കയ്യിൽ സൗംബിനാഹെ, അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുക, സൗംബിനെ ഏൽപ്പിക്കുക എന്നതാണ് പോസ്റ്റ്മാന്റെ ജോലി. അല്ലാതെ അഹാത്യമേം ഫെങ്കിനാക്കാൻ നഹീം, അല്ലാതെ എന്താണ് പുറത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകുകയല്ല. പോസ്റ്റ്മാന്റെ ജോലി എന്താണ്? കത്തുകൾ അവരവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്, അല്ലാതെ ഇട്ടിട്ട് പോകുകയല്ല എന്ന് പോസ്റ്റ്മാന്റെ ജോലിയെക്കുറിച്ച് വ്യക്തമായിട്ട് പുതിയ പോസ്റ്റ്മാൻ പറയുകയാണ്. വഹ് ബോൽ രഹാ ഥ, അയാൾ പറയുകയായിരുന്നു. തബ് ബേബീനെ ഉസ്കെ പൈരോം കി ഓർ ദേഖാ. അപ്പൊ അയാൾ ഇത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ബേബി എന്താ ചെയ്തത് മക്കളെ? അയാളുടെ കാലുകളിലേക്ക് നോക്കി. ഒരവയവം നഷ്ടപ്പെടുന്നവർക്കേ ആ അവയവത്തിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവരുടെ ശ്രദ്ധ എപ്പോഴും തനിക്കില്ലാത്ത ഒരു അവയവം മറ്റുള്ളവർക്കുള്ളപ്പോൾ അവരുടെ ശ്രദ്ധ തീർച്ചയായിട്ടും അതിലേക്ക് പോകും. ഇവിടെ കുട്ടിയുടെയും കണ്ണ് എങ്ങോട്ട് പോയി? പോസ്റ്റ്മാന്റെ കാലുകളിലേക്ക് പോയി. കിത്നെ മസ്ബൂത്ത് ഓർ ഗോൽ ഗോൽ. അപ്പൊ കുട്ടി നോക്കിയപ്പോഴോ എത്ര ശക്തമായ ഉരുണ്ടിരിക്കുന്ന കാലുകളാണ് ഈ പോസ്റ്റ്മാൻ എന്ന് കുട്ടി ചിന്തിച്ചു. ഇസേ പോസ്റ്റ്മാൻ കെ പയർ കിത്തനെ അച്ഛേ ഥേ, ഈ പോസ്റ്റ്മാന്റെ കാല് എത്ര ഭംഗിയുള്ളതാണ്. അച്ചാനക് ബേബിക്ക് ധ്യാൻമേ ആയാക്കി ഈ അച്ഛേ പയർ നങ്കേ ഹേ. പെട്ടെന്ന് കുട്ടി കാലിന്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ട് പെട്ടെന്നാണ് കുട്ടിയുടെ ശ്രദ്ധ വന്നത്. എന്ത്? ഈ കാലൊക്കെ നല്ലത്, പക്ഷെ ഈ പോസ്റ്റ്മാന്റെ കാലിൽ എന്താണ്? നങ്കേ ഹേ, എന്താണ്? നഗ്നമാണ്, കാല് നേക്കഡാണ്, അതായത് കാലിൽ ചെരുപ്പില്ല. ഇസ്നെ പയറോമേ കുച്ച് പഹനാ ക്യോ നഹി, ഇദ്ദേഹം എന്താണ് കാലിലൊന്നും ധരിക്കാത്തത് എന്ന് കുട്ടി ചിന്തിക്കുന്നു. പോസ്റ്റ്മാൻ ലൗട്ട് ഗയ, പോസ്റ്റ്മാൻ മടങ്ങിപ്പോയി. സുന്ദർ പഗ് തർത്തേ ഹുയെ ചലാ ഗയ. എന്നിട്ട് പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? ഇപ്പൊ കുട്ടിയുടെ ശ്രദ്ധയൊക്കെ വിടുന്നു. പോസ്റ്റ്മാൻ ഇത് കഴിഞ്ഞ് തിരിച്ചു പോയി. പക്ഷേ അയാളുടെ പോയ ഒരു കുട്ടി തന്നെ ചിന്തിക്കുന്നു. ബേബീനെ സോച്ച കി കദാച്ചിത്ത് ഉസ്കെ ജൂത്ത് ഫട്ട് ഗയേ ഹോങ്കെ. അപ്പൊ ബേബി തന്നെ ചിന്തിക്കുകയാണ്, കഥാചിത്ത് ഒരുപക്ഷെ അയാളുടെ ചെരുപ്പ് എന്ത് ചെയ്ത് കാണും? പൊട്ടിപ്പോയി കാണും. മർമ്മത്ത് ഹോക്കർ ആത്തേ ഹോങ്കെ, അത് ചിലപ്പോൾ എന്ത് ചെയ്യും? തയ്ച്ചൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കിട്ടുമായിരിക്കും. അപ്പൊ അതുവരെ അദ്ദേഹത്തിന് ചെരുപ്പ് കാണില്ലായിരിക്കും എന്ന് കുട്ടി തന്നെ ചിന്തിക്കുകയാണ്. തോടി ദർക്കെ ലിയെ സഹി ഈസ് തർക്ക് സെ ബേബി കോ അച്ചാ ലഗ. കുറച്ചു നേരം ബേബി എന്ത് ചെയ്തു? അങ്ങനെ ഈ ചെരുപ്പ് ഇല്ല, അയാളുടെ കാലിൽ ഇല്ലാത്ത ചെരുപ്പിനെ കുറിച്ച് അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, പൊട്ടിപ്പോയതായിരിക്കും, ഇങ്ങനെയൊക്കെ ബേബി ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും അവൾക്ക് കുറെ സമയം അത് ചിന്തിച്ചത് വളരെ ഇഷ്ടമായി. കാരണം കുറെ സമയം അവൾക്ക് കടന്നു കിട്ടി. ടാക്ക് ലേക്കർ വാ കുർസി പർ ബൈഠ് ഗയി. എന്നിട്ട് കത്തുമായിട്ട് നേരെ എവിടെ പോയിരുന്നു? എന്നും ഇരിക്കുന്ന പോലെ നേരെ കസേരയിൽ പോയിരുന്നു. പോസ്റ്റ്മാൻ കെ നങ്കെ പയർ ഉസ്കെ മനസ്സെ ധീരെ ധീരെ ചൽഗയെ. ഇപ്പൊ എന്ത് ചെയ്തു? പോസ്റ്റ്മാന്റെ നഗ്നമായ കാലിനെ കുറിച്ചുള്ള ചിന്ത അവളുടെ മനസ്സിൽ നിന്നും പതുക്കെ പതുക്കെ മറഞ്ഞുപോയി. ജാഡാ ഗയ ഓർ ഗർമി ആയി. അങ്ങനെ തണുപ്പ് കാലം കഴിഞ്ഞു. അടുത്തത് ചൂടുകാലം, വേനൽക്കാലം വന്നു. ധൂപ് കുച്ച് ദേശ് പഠിനെ ലഗി. എന്ത് ചെയ്തു? ധൂപ്, വെയിൽ എന്ത് ചെയ്തു? നല്ല ശക്തമായി കഴിഞ്ഞു. കോൽത്താർ കി സഡക് തപ്പിനെ ലഗി ഥി. അപ്പൊ കോൽത്താർ കി സഡക് മാനെ ടാറിട്ട റോഡെല്ലാം എന്ത് ചെയ്തു? ചൂട് പിടിക്കാൻ തുടങ്ങി. പർ പോസ്റ്റ്മാൻ ആത്ത. അപ്പൊ എന്നിട്ടും
പോസ്റ്റ്മാൻ എന്താണ് ഈ ചൂട് പിടിച്ച് റോഡിലൂടെ പോസ്റ്റ്മാൻ വന്നു. ഉസ്കെ പാസ് ചാത്ത നെഹി, വന്നപ്പോൾ പോസ്റ്റ്മാന്റെ കയ്യിൽ എന്തില്ല, ചാത്ത ഇല്ല, കുടയില്ല. സൈക്കിൾ നെഹിം, സൈക്കിൾ ഇല്ല. ഓർ ജൂത്താ ഭി നെഹിം താ, അതോടൊപ്പം ചെരുപ്പും ഉണ്ടായിരുന്നില്ല. തൂബ്സെ ഉസ്കാ ചെഹ്റ ലാൽ പീല ഹോത്ത, ആ വെയിൽ കൊണ്ട് ആ വെളുത്തിരിക്കുന്ന പോസ്റ്റ്മാന്റെ മുഖമെല്ലാം ചുവന്ന് വിളറിയിരുന്നു. അത്രത്തോളം ക്ഷീണം അദ്ദേഹത്തെ മുഖത്ത് കാണാമായിരുന്നു. ആകെ മുഖമെല്ലാം ലാൽ പീലാത്ത, മുഖം എന്ത് ചെയ്തിരിക്കുന്നു, നല്ല ചുവന്നിരിക്കുന്നു. പസീനേസെ ഉസ്കി കമീസ് പീഠ് സെ ചിബക്കി രഹി ഥി, അപ്പോൾ വെയിൽ കൊണ്ട് വിയർത്തിരിക്കുന്നു അല്ലെ, വിയർത്ത് നനഞ്ഞ ഷർട്ട് എന്ത് ചെയ്തിരിക്കുന്നു, പീഠ് സെ ചിബക്കി രഹി ഥി, മുതുകത്ത് ശരീരത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. സൂഖെ അധരോം പർ വഹ് ജബാൻ ഫിരാക്കർ ലജീലി ഹസി ഹസ്ത, എന്നിട്ടും അദ്ദേഹം എന്താണ്, ആ സൂഖെ അധരം, ചൂടുകൊണ്ട് വെയിലത്തൂടെ വന്നാണ്, ചുണ്ടൊക്കെ വരണ്ടിരിക്കുകയാണ്. ആ വരണ്ട ചുണ്ടുകൾ എന്ത് ചെയ്തു അദ്ദേഹം, ആ നാവ് പുറത്തേക്കിട്ട്, ജബാൻ നാവ് പുറത്തേക്കിട്ട്, ഫിരാക്കർ പതുക്കെ നാക്ക് വെച്ച് ചുണ്ടൊക്കെ നനച്ചിട്ട് എന്ത് ചെയ്തു, ഹസി ഹസ്ത, എന്നിട്ട് ചിരിച്ചു. ഔർ ടാക്ക് ദേക്കർ ലൗട്ട് ജാത്ത, എന്നിട്ട് കത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് മടങ്ങിപ്പോയി. തൂബുസേ ജൽത്തെ നങ്കെ പയർ ഘൂമത്താ രഹത്ത, എങ്ങനെയാണ് മക്കളെ അദ്ദേഹം പോയത്, തിരിച്ചു പോയി. അദ്ദേഹത്തിന്റെ വെയിലത്ത് പൊള്ളുന്ന കാൽപാദവുമായി അദ്ദേഹം, നഗ്നമായ കാൽപാദം വെയിലത്ത് പൊള്ളുന്ന ചൂടിൽ അദ്ദേഹം മുന്നോട്ടേക്ക് നടന്നു. അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ കത്ത് കൊടുക്കാനായിട്ട് അദ്ദേഹം നടന്നു നീങ്ങി. ഉസ്നെ മാംസെ പൂച്ച, കിസ്നെ, ബേബീനെ മാംസെ പൂച്ച, ബേബി അമ്മയോട് ചോദിച്ചു. മാം വോ പോസ്റ്റ്മാൻ നംഗെ പയർ ക്യോം ഘൂംതാ ഹേ, അമ്മ ആ പോസ്റ്റ്മാൻ എന്തിനായി ഇങ്ങനെ ചെരുപ്പിടാതെ നഗ്നമായ കാലുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. മാനെ കഹ, അമ്മ പറഞ്ഞു. ചെൻസെ കോയി നംഗെ പയർ ഘൂമേഗാ ബേഠി, അപ്പൊ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മയുടെ മറുപടിയാണ്, ബോധമുള്ള ആരെങ്കിലും ചെരുപ്പിടാതെ നടക്കുമോ മോളെ എന്ന് അമ്മ ചോദിക്കും. ചൈൻസെ മാനെ ബോധം, ഒരുവിധം ബോധമുള്ള ആരെങ്കിലും ഈ ചൂടത്ത് ചെരുപ്പില്ലാതെ നടക്കുമോ. പൈരോമേ ഡാൽനേക്കെ ലിയേ ഉസേ മിൽത്താ ന ഹോഗ, ആ ചെരുപ്പിടാതെ നടക്കുമോ ആരെങ്കിലും. എന്നിട്ട് അടുത്ത അമ്മ തന്നെ പറയുന്നു, ഒരു പക്ഷെ അയാൾക്ക് ചെരുപ്പ് കിട്ടിക്കാണില്ല, ചെരുപ്പില്ലായിരിക്കും, ചെരുപ്പില്ലാത്തത് കൊണ്ടാവും ഇങ്ങനെ ചെരുപ്പിടാതെ ഈ ചൂടത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു. बेबी ने मन ही मन निश्चय किया कि वह उस पोस्टमैन को नंगे पैर चलने नहीं देगी. അപ്പോൾ ബേബി എന്ത് ചെയ്തു, തൻ്റെ മനസ്സിൽ അന്ന് ഉറപ്പിച്ചു, ഈ പോസ്റ്റ്മാനെ ഇങ്ങനെ നഗ്നപാതനായി ചെരുപ്പിടാതെ നടക്കാൻ ഞാൻ അനുവദിക്കില്ല. വ തൈ കർത്തേ ഹി വ ഹുസേ സുഖദ അനുഭൂതി ഹുയി, അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ അവൾക്ക് നല്ല സുഖകരമായിട്ട് ഒരു സന്തോഷം, മനസ്സിലൊരു സന്തോഷം തോന്നി. അപ്പോൾ ഒരു നല്ല കാര്യം മനസ്സിൽ ചിന്തിച്ച പോലെ ഒരു സന്തോഷം ആർക്ക് തോന്നി, ബേബിക്ക് തോന്നി. ഹമേശ ആനെ വാല മോച്ചി ജബ് ഘർ ആയ, ഒരു സാധാരണ നിത്യവും അന്നൊക്കെ ഇന്നത്തെ പോലെ ചെരുപ്പ് പൊട്ടിയ ഉടനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഒരു ചെരുപ്പ് പൊട്ടിയ ഉടനെ ഷോപ്പിൽ പോവും, പുതിയ ചെരുപ്പ് വാങ്ങും. പക്ഷെ അന്നൊന്നും അങ്ങനെയല്ല. ചെരുപ്പ് എന്ത് ചെയ്യുകയാണ്, വീട്ടിൽ ചെരുപ്പ് കുത്തിയെ വിളിച്ചു വരുത്തി അളവ് കൊടുത്ത് തയ്പ്പിച്ചെടുക്കുകയാണ്. ചെരുപ്പ് തുകല് അവർ എന്ത് ചെയ്യും, ചെരുപ്പ് റെഡിയാക്കി കൊടുക്കും. അന്ന് അത് അങ്ങനെ നടന്നിരിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ സ്ഥിരമായി ആനേവാലെ അവിടെ വരാറുള്ള മോച്ചിമാനെ ചെരുപ്പ് കുത്തി എന്ത് ചെയ്തു, ജബ് ഖർ ആയ, എപ്പോൾ വീട്ടിലേക്ക് വന്നു. തബ് ബേബീനെ ഉസേ പാസ് ബുലായ, ബേബി എന്ത് ചെയ്തു, അയാളെ അടുത്തേക്ക് വിളിച്ചു. और 5 रुपയ ഉസ്കെ ഖാത്മേ ദേഖർ, 5 രൂപ അയാളുടെ കയ്യിലേക്ക് വച്ചുകൊണ്ട് ധീമി ആവാസ്മേ, പതുക്കെ സ്വരം താഴ്ത്തി ലോ വോയിസിൽ പറഞ്ഞു. മുച്ചെ ഇസ്കെ ജൂത്തേ ബനാദോ, എനിക്ക് ഈ പൈസയ്ക്ക് എന്ത് ചെയ്യണം, ചെരുപ്പുണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഹരിബാനെ സിർ ഖിലാക്കർ കഹ, അപ്പം മോച്ചിയുടെ പേരെന്താണ്, ഹരീബ മോച്ചി എന്ത് ചെയ്തു, തല മുങ്ങനെ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ബനാദൂങ്ക ബഹിൻ, തീർച്ചയായിട്ടും ഉണ്ടാക്കി തരാം മോളെ സഹോദരി. നാപ്പ് ലേലും, അളവെടുക്കട്ടെ. അപ്പൊ ചെരുപ്പുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, അളവ് വേണം. നാപ്പ് മാനെ അളവ് അല്ലെ, അളവ് വേണം. ഓ ബോലി, അരേ മേരെ പയർക്കാ നെഹിം, അയ്യോ എന്റെ കാലിൻ്റെതല്ല. ഫിർ കിസ്കെ ലിയേ, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്. ഹരീബാനെ പൂച്ച, ഹരീബ ചോദിച്ചു. ഈസ് പ്രശ്നക്കോ സുൻകർ ബേബി ഈ കുലച്ചന്മേ പടുകി, അപ്പൊ ഇത് കേട്ടപ്പോൾ എന്താണ്, അവളൊരു
ഒരു കൺഫ്യൂഷനിൽ, ഒരു ആശയക്കുഴപ്പത്തിൽ, ഒരു കൺഫ്യൂഷനിൽ ഉലച്ചൻ, ഒരു കൺഫ്യൂഷനിൽ പെട്ടു. ഉസ്കോ ലഗാക്കി മാനോ അബ് സാരാ ഖേൽ ബിഗാഡ്നെ ജാ രഹാ ഥ. അവൾ വിചാരിച്ചു ഇനി എന്താണ്, ഇനിയിപ്പോൾ ഈ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും, എന്നോട് ഓരോന്ന് ചോദിക്കും, അപ്പോൾ എന്ത് ചെയ്യും, ഞാനത് പറഞ്ഞാൽ അതാകെ പ്രശ്നമാകും, എൻ്റെ കളിയൊക്കെ പുറത്താകും. അന്തമേ പ്രതീക്ഷ കർത്തേ ഹുയെ മോച്ചീസെ ഉസ്നെ കഹ. അപ്പോൾ ഇത് ചില അളവില്ലാതെ തയ്പ്പിക്കാൻ പറ്റുമോ, അതുമില്ല. അപ്പോൾ അവൾ ഉടനെ പെട്ടെന്ന് മനസ്സിലൊരു ചെറിയൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് പറഞ്ഞു, ദോ ദിൻ കെ ബാദ് ആവോ ഹരീബ, മമ്മേ മാപ്പ് ദൂങ്കി. ഒരു കാര്യം ചെയ്യൂ ഹരീബ, 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ, അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് അളവ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹരീബയോട് അങ്ങനെ ഒരു അവധി കുട്ടി പറയുകയാണ്. दूसरे दिन पोस्टमैन आया और थोड़ी देर तक एक एक कर डाक ദേക്കർ ചലാ ഗയ. എന്ത് ചെയ്തു, അടുത്ത 2 ദിവസം ദൂസരേ ദിൻ, അടുത്ത ദിവസം എന്ത് ചെയ്തു, വീണ്ടും പോസ്റ്റ്മാൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പോസ്റ്റ് ഓരോന്നോരോന്നായിട്ട് തന്ന് കൊടുത്തിട്ട് അയാൾ തിരിച്ചു പോയി. തോടി ദേർ തക്ക് ഏകേക്ക് കർക്ക്, ഓരോരോ പോസ്റ്റുകളായിട്ട് എടുത്ത് കൊടുത്തിട്ട് അയാൾ പോയി. ടാക്കോ കുർസി പർ രഖക്കർ ബേബി അഹാത്തെ കി കിനാരെ ആയി और सीटियों से नीचे उतर गई. അവൾ എന്ത് ചെയ്തു, കത്ത് കൊണ്ടുവന്ന് കുർസി പർ രഖർ, ചെയറിൽ വച്ചിട്ട് വീണ്ടും ബേബി അഹാത്തേക്ക് കിനാരെ, പുറത്ത് വെളിയിലേക്ക് വന്നു. എന്നിട്ടോ സീറ്റിയോംസെ നീച്ചെ ഉതർഗെ, പടിയിലൂടെ താഴേക്ക് ഇറങ്ങി. ഫിർ ഫ്രോക്ക് കി ജേബ് സെ, എന്നിട്ട് അവൾ ധരിച്ചിരുന്ന ഫ്രോക്കിന്റെ ജേബ്, പോക്കറ്റിൽ നിന്നും परकार निकालकर जाने वाले पोस्टमैन के पैरों के निशान का नाप जोक किया. കുട്ടി എന്ത് ചെയ്തു, പോക്കറ്റിൽ നിന്നും പാർക്കാർ ലഗാക്കർ, ടേപ്പ് എടുത്തുകൊണ്ട് പോസ്റ്റ്മാന്റെ കാലിന്റെ അടയാളം എന്തുണ്ടായിരുന്നു, സ്റ്റെപ്പിന് താഴെയായിട്ടുണ്ടായിരുന്നു, അതിന്റെ നാപ്പ് ഹോജ്, കാൽപ്പാടിന്റെ അളവ് എന്ത് ചെയ്തു, കുട്ടി ടേപ്പ് വെച്ച് അളന്നെടുത്തു. പൈരോം കി ഗോലായി ആദിക ടീക്ക് നാപ്പ്. അപ്പോൾ കാലിന്റെ ഒരു ആകൃതി കൃത്യമായിട്ട് അവിടെയുണ്ട്, അതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള അളവ് കുട്ടി എടുത്തു. മാപ്പ് ലേക്കർ വഹു ഫിർ കമരേമേ ആകെ, അളവെല്ലാം എടുത്തതിന് ശേഷം അതൊക്കെ കുറിച്ച് വെച്ച് കുട്ടി എന്ത് ചെയ്തു, തിരിച്ച് റൂമിലേക്ക് വന്നു. ഹരീബ മോച്ചിക്കോ കാം മില, ഹരീബ മോച്ചിക്ക് ജോലിയുമായി, കാരണം ഒരു ചെരുപ്പ് ഉണ്ടാക്കുമ്പോൾ ചെരുപ്പ് കുത്തിക്ക് അതാണ് ജോലി അല്ലേ. ഉസ്നെ ഹിസാബ് സെ ജൂത്തെ തയ്യാർ കിയെ, അദ്ദേഹം എന്ത് ചെയ്തു, പ്രതിഫലമൊക്കെ ഹിസാബ്, പറഞ്ഞ ഹിസാബ്, അളവിനനുസരിച്ച് എന്ത് ചെയ്തു, ചെരുപ്പ് തയ്യാറാക്കി. और बेबी को लाकर दे दिए, എന്നിട്ട് ബേബിക്ക് കൊണ്ടുപോയി കൊടുത്തു. തബ് ഹോളി കാ ത്യോഹാർ മനായ ജാ ചുകാ ഥ. അപ്പോൾ ഹോളി, അപ്പോഴേക്കും ഹോളി ഉത്സവം, അത് ഹോളി ഫെസ്റ്റിവൽ, നിങ്ങൾക്കറിയാം ഹോളിയൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു. ദോപഹർ കാ പോസ്റ്റ്മാൻ കബ് ആയേഗ ഇസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി ബൈഠി. അപ്പോൾ ബേബിയുടെ കയ്യിൽ എന്താണ്, പോസ്റ്റ്മാന് കൊടുക്കേണ്ട ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തായിരിക്കും കുട്ടിയുടെ പ്രതീക്ഷ, നിങ്ങളെപ്പോലെ തന്നെയാണ് അല്ലേ, ഇനി എങ്ങനെയെങ്കിലും പോസ്റ്റ്മാൻ വന്നെങ്കിൽ എന്നാണ് കുട്ടിയുടെ മനസ്സിലെ ചിന്ത. എന്നിട്ട് എന്താ സംഭവിച്ചത്, ദോപഹർക്കെ പോസ്റ്റ്മാൻ ആയ और बेबी के आने की राह देखने लगा. എന്നിട്ട് എന്ത് ചെയ്തു, ദോപഹർക്കെ പോസ്റ്റ്മാൻ ആയ, മധ്യാഹ്ന സമയം കഴിഞ്ഞപ്പോഴേക്കും പോസ്റ്റ്മാൻ വന്നു. ബേബിക്ക് ആനേക്ക് രാഹ് ദേഖിനെ ലഗ, പോസ്റ്റ്മാൻ വന്നു, അയാൾ ബേബി വരുന്നതും കാത്ത് നിന്നു. धीरे धीरे बेबी आई, पदके पदके बेबी वनु और पुराने अखबार में लिपटा एक बंडल लेकर हाथे में खड़ी हो गई. എന്ത് ചെയ്തു, ബേബിയുടെ കയ്യിൽ എന്തുണ്ട് മക്കളെ, പുരാനെ അഖബാർ, പഴയ ഒരു ന്യൂസ് പേപ്പറിൽ ലിപ്പട്ട, പൊതിഞ്ഞിട്ടുള്ള ഒരു ബണ്ടിൽ, ഒരു പൊതിക്കെട്ട് എന്തുണ്ട് അവളുടെ കയ്യിലുണ്ട്. അതും കൊണ്ട് അവൾ എന്ത് ചെയ്തു, ഹാത്തെ പതുക്കെ പുറത്തെ തളത്തിലേക്ക് അവൾ നിൽക്കുകയായിരുന്നു. ഹമേശാക്കി തര വ മുസ്കുരായ, പതിവ് പോലെ എപ്പോഴും ചെയ്യുന്നത് പോലെ അവൻ ചിരിച്ചു. അവർ പത്രോം കാ ഗഡ, എന്നിട്ട് ലെറ്ററിന്റെ കെട്ട് ഉസ്നെ ബേബിക്ക് ഖാത്മേ ദേ ദിയ, ബേബിയുടെ കയ്യിൽ കൊടുത്തു. ബേബീനെ ടോക്ക, ബേബി എന്താ പറഞ്ഞു നോക്കൂ, അജി തുമ്മിനെ ഹോലിക്ക ഉപഹാർ നഹി മാങ്ക. അയ്യോ, എന്താണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഹോളിയുടെ ഒരു ഗിഫ്റ്റും ചോദിച്ചില്ലല്ലോ
എന്ന് കുട്ടി പറഞ്ഞു. ബേബീനെ ടോക്ക, ബേബി പറഞ്ഞു. എന്താ പറഞ്ഞു? അജി തുമ്നെ ഹോളി കാ ഉപഹാർ നഹി മാങ്ക, ഹോളി ഫെസ്റ്റിവൽ ആവുമ്പോൾ അവർ എന്ത് ചെയ്യും? ആ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉപഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അത് എന്തുകൊണ്ട് അത് ചോദിച്ചില്ലല്ലോ എന്ന് കുട്ടി പറഞ്ഞു. പോസ്റ്റ്മാനെ പോസ്റ്റ്മാൻ പറഞ്ഞു, മാങ്കുങ്ക ബേഞ്ച്, തീർച്ചയായിട്ടും ചോദിക്കും സഹോദരി. സാഹബ് സെ ഫേണ്ട് നഹി ഹോ രഹി ഹെ, എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇതുവരെയും സാറിനെ കാണുന്നില്ല. സാഹബ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന ബേബിയുടെ അച്ഛനെയാണ്. അദ്ദേഹവുമായിട്ട് ഫേണ്ട് മുലാഖാത്ത്, അദ്ദേഹമായിട്ടൊരു കൂട്ടിമുട്ടൽ, അദ്ദേഹമായിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടായിട്ടില്ല. അത് കാണട്ടെ, അപ്പോൾ ഞാൻ ചോദിക്കാം. സുനത്തെ സുനത്തെ ബേബീനെ പോസ്റ്റ്മാൻ കെ ഹാത്ത് മേ ജൂത്തെ കാ ബണ്ടൽ ഥമാ ദിയ. ഇത് കേട്ടുകൊണ്ട് തന്നെ ബേബി എന്ത് ചെയ്തു? പോസ്റ്റ്മാന്റെ കയ്യിൽ ഈ ചെരുപ്പിന്റെ പൊതിക്കെട്ട് ഥമാദിയ, കയ്യിൽ സമർപ്പിച്ചു. അച്ഛരജിസെ സക്ക് പക്കാക്കർ ഉസ്നെ ബണ്ടൽ ഖോല. അപ്പോൾ പോസ്റ്റ്മാന്റെ കയ്യിൽ കൊടുത്തു അല്ലേ. എന്തായാലും കിട്ടുന്ന ഗിഫ്റ്റ് ആരായാലും തുറന്ന് നോക്കാൻ ഒരു ഇത് വരും അല്ലേ. അപ്പൊ ആശ്ചര്യത്തോടു കൂടി തന്നെ പോസ്റ്റ്മാൻ അത് ഓപ്പൺ ചെയ്തു. ഫീദർ ഏക്ക് ജോഡി സുന്ദർ ജൂത്തേ ഥേ. അതിനകത്ത് പൊതിക്കെട്ടിൽ എന്തായിരുന്നു മക്കളെ? ഒരു ജോഡി സുന്ദരമായ ചെരുപ്പ്. പോസ്റ്റ്മാൻ മൻഹി മൻ കഹൂട. അദ്ദേഹം തൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ ബെച്ചീനെ തോ മുച്ചെ, ഈ കുട്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയണം, ഈ ബെച്ചീനെ തോ മുച്ചെ നങ്ക് പയർക്കോ ജൂത്തേ ദിയെ. ഈ കുട്ടി എന്ത് ചെയ്തു? എനിക്ക് എൻ്റെ ഈ നഗ്നമായ കാലിന് ചെരുപ്പ് തന്നു. ഉസ്കെ പയർ നഹീം ഹേ ഓം മേം കൈസേ ദൂങ്ക. അപ്പൊ എനിക്കില്ലാത്തത് ചെരുപ്പാണ്, ആ ചെരുപ്പ് ഈ കുട്ടി തന്നു. ആ കുട്ടിക്കില്ലാത്തത് കാലാണ്. അത് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുമോ മക്കളെ? ഒരിക്കലും ഇല്ല അല്ലേ. അതൊരിക്കലും ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് കൊടുക്കാതിരുന്നാൽ അതൊരു വലിയ നഷ്ടമായിട്ടാണ് ഇവിടെ പോസ്റ്റ്മാൻ കരുതുന്നത്. കാരണം പോസ്റ്റ്മാന്റെ മനസ്സിൽ അത്രത്തോളം സ്ഥാനം ആ കുട്ടിക്കുണ്ട്. പയർ ജൂത്കോ ജൂത്തേ ദിയേ ഉസ്കോ പയർ നഹീ ഹേ. ആ കുട്ടിക്ക് കാലില്ല. ഓ മെയിൻ കൈസേ ദോ സകുങ്ക. അത് ഞാൻ എങ്ങനെ കൊടുക്കും? അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇതിന് പകരമാകുള്ളൂ എന്ന പോസ്റ്റ്മാൻ കരുതുന്നു. കാം ഖതം കർക്കെ, അന്നത്തെ ദിവസം എന്താണ്, തൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് സീതാ പോസ്റ്റ് ഓഫീസ് ഗയ, അവൻ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ബഡേ ബാബുവിൻകെ ടേബിൾ കെ സാമനെ ജാക്കർ ബോല, നേരെ പോസ്റ്റ് മാസ്റ്ററിന്റെ എന്ത് ചെയ്തു? ടേബിളിന് അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, സാഹബ് സാർ മേരി ലൈൻ ബദൽ ദീജിയെ, എൻ്റെ ലൈൻ മാറ്റിത്തരൂ. സിറ്റി മേ കഹീം ഭി ബദലി കർ ദീഗി. ഈ സിറ്റിയിൽ എവിടേക്ക് മാറ്റിയാലും വേണ്ടില്ല, പക്ഷെ എനിക്ക് ഈ റൂട്ട് വേണ്ട, ഈ റൂട്ട് എനിക്ക് മാറ്റിത്തരൂ എന്ന്. അതായത് ഇനി വീണ്ടും ബേബിയെ അഭിമുഖീകരിക്കാൻ നമ്മുടെ പോസ്റ്റ്മാൻ തയ്യാറല്ല. കാരണം ആ കുട്ടിക്ക് കാല് കൊടുക്കാൻ തനിക്ക് കഴിയില്ല. അപ്പം ഒരിക്കലും ആ കുട്ടിയുടെ മുന്നിൽ ചെന്ന് പെടാനായിട്ട് തനിക്ക് യോഗ്യത ഇല്ല എന്ന് പോസ്റ്റ്മാൻ കരുതുന്നു അല്ലേ. അപ്പോൾ ഒരു മഹത്തായ സന്ദേശം എന്താണ് നമുക്ക് നൽകിക്കൊണ്ടാണ് നമ്മുടെ ചെറുകഥ എഴുതിയിരിക്കുന്ന അദ്ദേഹം നിർത്തുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചെറുകഥയിലൂടെ അദ്ദേഹം മനസ്സിലാക്കി തരുന്നു. തീർച്ചയായിട്ടും ഓരോ അവയവത്തിനും ഇന്നത്തെ കാലത്ത് ഒത്തിരി വിലയുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും വില നാം മനസ്സിലാക്കുന്നത് അത് ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ്. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. തൂഫാനോം കി ഓർ ഖുമാ ദോ നാവിക്, ശിവമംഗൾ സിംഗ് സുമന്റെ കവിതയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. നോക്കൂ, അദ്ദേഹം ജനിച്ചത് 5th അഗസ്റ്റ് 1915 അദ്ദേഹത്തിന്റെ മരണം 27 നവംബർ 2002. നോക്കൂ മക്കളെ, ഹിന്ദി साहित्य की अग्रणी प्रगतिशील कवि शिवमंगल सिंह सुमन का जन्म उत्तर प्रदेश के उन्नाव जिले में हुआ था. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിലെ അഗ്രണി പ്രഗതിശീൽ, അതായത് പ്രമുഖമായിട്ടുള്ള പുരോഗമനവാദിയായ ഒരു കവിയായിരുന്നു ശിവമംഗൾ സിംഗ് സുമൻ. അദ്ദേഹത്തിന്റെ ജനനം ഉത്തർപ്രദേശിലെ ഉന്നാവ് ജില്ലയിലായിരുന്നു. ഇൻകാ കാര്യക്ഷേത്ര അധികാംശത് ശിക്ഷ ജഗത് സെ സംബന്ധ രേഖ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനനം എവിടെയായിരുന്നെന്ന് കണ്ടു. ഇദ്ദേഹം പ്രവർത്തിച്ചത് കൂടുതലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരുന്നു. സുമൻജി പ്രിയ അധ്യാപക്, കുശൽ പ്രശാസക് ഓർ പ്രഖർ ചിന്തക് ഥേ.
അപ്പോൾ സുമൻജി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി അധ്യാപകനും ഭരണകർത്താവും അതുപോലെ ചിന്തകൻ എന്നുള്ള നിലയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകൾ ഹില്ലോൽ, ജീവൻ കെ ഗാൻ, യുഗ് കാ മോൽ, മിട്ടി കി ബാരാത്ത്, അതുപോലെ മഹാദേവി കി കാവ്യസാധന, ഗീതി കാവ്യ, ഉദ്യം കാ ഔർ വികാസ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ രചനകളാണ്. ഹില്ലോല്, ജീവൻ കെ ഗാൻ, യുഗ് കാ മോൽ, മിട്ടി കി ബാരാത്ത്. മിട്ടി കി ബാരാത്ത് എന്ന് പറയുന്ന ഒരു കാവ്യ സംഗ്രഹമാണ്. പിന്നെ മഹാദേവി കി കാവ്യസാധന, ഗീതി കാവ്യമായ ഉദ്യം ഓർ വികാസ്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, ബഹുമതികളാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം, പത്മശ്രീയും അതോടൊപ്പം പത്മഭൂഷണും ഒക്കെ ലഭിച്ചിട്ടുള്ള പ്രസിദ്ധനായ സാഹിത്യകർത്താവാണ് നമ്മുടെ ശിവമംഗൾ സിംഗ് സുമൻ. അപ്പോൾ നമ്മുടെ നോക്കൂ, എന്താണിത്? തൂഫാനോം കി ഓർ ഘുമ ദോ നാവിക്. തൂഫാനോം കി ഓർ ഘുമ ദോ നാവിക്. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇതൊരു വളരെ വലിയ കവിതയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ മനുഷ്യനോട് ഒന്നും കണ്ട് നിങ്ങൾ ഭയന്ന് ഓടുകേണ്ട കാര്യമില്ല എന്ന ഒരു സന്ദേശമാണ് കവി നൽകുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങൾ ഒരിക്കലും ഒരു കൊടുങ്കാറ്റിനെ കണ്ടൊന്നും പിന്തിരിഞ്ഞോടരുത്. കവി ഇവിടെ വള്ളക്കാരനോട് പറയുക, നാവികമാനെ വള്ളക്കാരതോ നാവിക, 2 നാവികന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? കൊടുങ്കാറ്റ് വന്നെന്ന് കരുതി നിങ്ങൾ വള്ളക്കാരാണ്, നിങ്ങൾ തുഴഞ്ഞുകൊണ്ടേയിരിക്കൂ, അതിന് നേർക്ക് തന്നെ നിങ്ങൾ തുഴഞ്ഞുകൊള്ളൂ. കാരണം എപ്പോഴും നിങ്ങൾക്ക് എന്ത് കൊടുങ്കാറ്റ്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇന്നത്തെ യുവതലമുറയോടുള്ള ഒരു സന്ദേശമാണ്. അപ്പോൾ ആ കവിതാഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. तूफानों की ओर घुमा दो नाविक निज पतवार, आज सिंधु ने विष उगला है, लहरों का यौवन मचला है, आज हृदय में और सिंधु में, साथ उड़ा है ज्वार, तूफानों की ओर घुमा दो नाविक निज पदार. അപ്പം ഇവിടെ കവി വള്ളക്കാരനോട് പറയുകയാണ്. എന്താ മക്കളെ പറയുന്നത്? നിങ്ങൾ കൊടുങ്കാറ്റിൽ, തൂഫാനോംകി, ഈ തൂഫാൻ, ഈ കൊടുങ്കാറ്റിലൊന്നും കണ്ട് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. തൂഫാനോംകി ഓർ ഖുമ, കൊടുങ്കാറ്റിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ ഓടരുത്. അതിനു പകരം നിങ്ങൾ എന്ത് ചെയ്യുക? നിജ് പതുവാർ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ തുഴ കൊണ്ട് ആ വള്ളത്തെ കൊടുങ്കാറ്റിന്റെ നേർക്ക് നിങ്ങൾ തിരിക്കണം. എന്നിട്ടോ, സിന്ധു നദിയുടെ രൂപം ഭയാവഹമാണ്. സിന്ധുവിനെ വിഷു ഉഗുലാഹെ, സിന്ധു നദിയുടെ രൂപം വളരെ ഭയപ്പെടുത്തുന്നതാണ്. അതുപോലെ ലഹരോം കാ യൗവൻ മചലാഹെ, സമുദ്രത്തിലെ തിരമാലകളുടെ യൗവനവും ഇവിടെ വാശി പിടിപ്പിക്കുകയാണ്. അതായത് അതും നല്ല ശക്തിയാർജിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ ആജ് ഹൃദയമേ ഓർ സിന്ധുമേ സാത്ത് ഉഡാഹേ ജ്വാർ, തൂഫാനോം കി ഓർ ഘുമാദോ നാവിക് ദിച്ച് പതുവാർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള എന്ത് രീതിയിൽ ശക്തമായി അടിക്കുന്ന തിരമാലകളായാലും ശക്തമായി ഓളങ്ങളുള്ള സിന്ധു നദിയായാലും നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? തുഴയുക. കാരണം ഈ കഷ്ടപ്പാട്, ഈ കൊടുങ്കാറ്റിനെ എല്ലാം അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഇന്നത്തെ യുവതലമുറയോട് ഒരു സന്ദേശമാണ്, നിങ്ങൾ സാഹസമായിട്ട് മുന്നേറുക എന്നാണ് കവി പറയുന്നത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ജീവിത സംഘർഷങ്ങളെ നിങ്ങൾക്ക് ഇതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഇതുപോലെ അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ലഹരോം കെ സ്വർമേം കുച്ചു ബോലോ, ഈസ് അഖണ്ഡ് മേം സാഹസ് തോലോ, കഭി കഭി മിൽത്താ ജീവൻ മേ, തൂഫാനോം കാ പ്യാർ, തൂഫാനോം കി ഓർ ഘുമാ ദോ നോവിക് പതുവാർ. നോക്കൂ, ലഹരോം കെ സ്വർമേം കുച്ചു ബോലോ, തിരമാലകളുടെ സ്വരത്തിൽ, തിരമാലകളുടെ സ്വരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബോലോ, കുച്ചു ബോലോ, എന്തെങ്കിലും സംസാരിക്കൂ. ഇവിടെ കവി എന്താ പറയുന്നത്? ലഹരോം കെ സ്വർമേം കുച്ചു ബോലോ, തിരമാലകളുടെ സ്വരത്തിൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കൂ. ഈസ് അന്തഡ് മേ സാഹസ് തോലോ,
അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ കൊടുങ്കാറ്റിനെ നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് ഈ കൊടുങ്കാറ്റിൽ നിങ്ങൾ ധൈര്യത്തോടുകൂടി മുന്നേറൂ. അതിനെ നിങ്ങൾ അളക്കുക. അതായത് നിങ്ങൾ അതിൽ ധൈര്യത്തോടുകൂടി മുന്നേറൂ. കഫി കഫി മിൽത്താ ജീവൻ മേൻ തൂഫാനും കാ പ്യാർ. അപ്പൊ ഇതുപോലെ കഫി കഫി ചിലപ്പോഴൊക്കെ നമുക്ക് എന്താണ് കൊടുങ്കാറ്റുണ്ടാകാറുണ്ട്. പക്ഷെ ജീവന്മേ നമ്മുടെ ജീവിതത്തിലും തൂഫാനും കാ പ്യാർ നമ്മൾ എന്ത് ചെയ്യുക? ഈ തൂഫാനും ഈ കൊടുങ്കാറ്റിനെ നാം സ്നേഹിക്കുക. അതായത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഈ കൊടുങ്കാറ്റ് പോലെ ഉണ്ടാകും. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ആ കൊടുങ്കാറ്റിനെ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് ആ കൊടുങ്കാറ്റിൽ കൂടി നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുക. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? അന്ധഡ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. അന്ധഡ് കൊടുങ്കാറ്റ്. അതുപോലെ തോൽന എന്ന് പറഞ്ഞാൽ മെഷർ അളക്കുക. പിന്നെ സാഹസ് തോൽന എന്ന് പറഞ്ഞാൽ ധൈര്യം അളക്കുക. അപ്പൊ ലഹരവും കോ ചൊർമേം കുച്ച് ബോലോ ഉസ് അന്ധഡ് മേ സാഹസ് തോലു കഭി കഭി മിൽത്താ ജീവൻ മേ തൂഫാനോം കാ പ്യാർ തൂഫാനോം കി ഓർ ഘുമാ ദോ നാവിക് നിജ് പത്വാർ. ഇനി നോക്കൂ മക്കളെ, യഹ് അസീം നിജ് സീമാ ജാനെ സാഗർ ഫി തോ യഹ് പഹചാനെ മിट्टी की पुतले मानवने कभी न मानी हार तूफानों की ओर घुमा दो नाविक निज पतवार. യഹ് അസീം നിജ് സീമാ ജാനെ. കവി പറയുന്ന എന്താണ്? ഈ അസീം നിജ് സീമാ ജാനെ, ഈ അസീമ അതിരില്ലാത്ത അസീമമായ, അതായത് അപാരമായ ഈ സമുദ്രത്തിന് പോലും എന്താണ്? അതിൻ്റെ സീമ ജാനെ, അതിൻ്റെ അതിര് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ അസീം, ഈ അപാരമായ ഈ സീമ അതിരില്ലാത്ത ഈ സമുദ്രത്തിനും തൻ്റെ അതിരെന്ത് ചെയ്യണം? വ്യക്തമാക്കേണ്ടതുണ്ട്. അതുപോലെ സാഗർ ഫി തോ യഹ് പഹചാനെ, അതുപോലെ സമുദ്രത്തിലെ അഗാധമായ ജലത്തിനും നാമാകുന്ന മനുഷ്യർ വെറും എന്താണ്? മിഠീക്കെ പുതലെ, മനുഷ്യ പാവകളാണ്. ഈ സാഗർ ഫി തോ യഹ് പഹചാനെ, സാഗരം ഇത് മനസ്സിലാക്കുന്നു, അറിയുന്നു. എന്താണ്? മിഠീക്കെ പുതലെ മാനോ, മനുഷ്യനെന്ന് പറയുന്നത് എന്താണ്? വെറും പാവകളാണ്, മണ്ണുകൊണ്ടുണ്ടാക്കിയ പാവകളാണ്. കഫീന മാനി ഹാർ, അതുകൊണ്ട് സമുദ്രത്തിന് മനുഷ്യനെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. എന്നാലും നാം ഹഫീന മാനീഹർ, ഈ നിസാരനായി മൺപാവകളായ നമ്മൾ മനുഷ്യരെന്ത് ചെയ്യണം മക്കളെ? നിസാരനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സമുദ്രത്തിന് മുന്നിൽ നാം തോൽവി സമ്മതിക്കരുത്. നാം എന്ത് ചെയ്യുക? അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുക. സമുദ്രത്തിനറിയാം നമ്മെ നശിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്ന്. പക്ഷേ നാം ഒരിക്കലും തോറ്റു കൊടുക്കരുത്. നാം അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നാണ് കവി പറയുന്നത്. സാഗർ കി അപ്പിനി ക്ഷമതാഹേ. ഇവിടെ അസീം എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ്, അതിരില്ലാത്ത. സീമ എന്ന് പറഞ്ഞാൽ അതിര്. അതുപോലെ സാഗർ നിങ്ങൾക്കറിയാം, സമുദ്രം. പുതല എന്ന് പറഞ്ഞാൽ പാവ. പിന്നെ മിഠീക്കെ പുതല എന്ന് പറഞ്ഞാൽ മൺപാവ. ഹാർന തോൽവി. ഓക്കെ. സാഗർ കി അപ്പിനി ക്ഷമതാഹേ पर मांझी भी कब तकता है जब तक सांसों में स्पंदन है उसका हाथ नहीं रुकता है इसके ही बल पर कर डाले सातों सागर पार तूफानों की ओर घुमा दो नाविक निज पतवार. നോക്കൂ, സാഗർ കി അപ്ന ക്ഷമതാ ഹേ. സമുദ്രത്തിന് എന്തുണ്ട്? സാഗർ കി അപ്പിനി ക്ഷമതാ ഹേ, സമുദ്രത്തിന് അതിൻ്റെ ശക്തിയുണ്ട്. സമുദ്രത്തിന് അതിൻ്റെതായ ഒരു കഴിവുണ്ട്, അല്ലെ? ക്ഷമത, ശക്തി, പവർ. പർ മാഞ്ചി ഫി കബ് തക്താ ഹേ. മാഞ്ചി എന്ന് പറയുന്നത് തോണിക്കാരനാണ്, ബോട്ട്മാൻ. അപ്പോൾ തോണിക്കാരനും എന്താണ്? ഇവിടെ സമുദ്രത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും തോണിക്കാരൻ എന്ത് ചെയ്യുന്നു? ഒരിക്കലും ജബ് തക് സാൻസോ സ്പന്ദൻ തക്ന തളരുക, ഒരിക്കലും തളരാൻ പാടില്ല. സാഗറിന് ശക്തിയുണ്ട്, അത് ഓക്കെ. പക്ഷെ അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് തോണിക്കാരൻ ഒരിക്കലും തളരാൻ പാടില്ല. ജബ് തക്ക് സാൻസോമേ സ്പന്ദൻ ഹേ, എപ്പോഴെല്ലാം നമ്മുടെ ശ്വാസസ്പന്ദനം, അതായത് നമുക്ക് ശ്വാസമുള്ളിടത്തോളം കാലം, നമ്മുടെ ഹൃദയത്തിൽ സ്പന്ദനമുള്ളിടത്തോളം കാലം ഉസ്കാ ഖാത്ത് നഹീൻ
രുക്കുത്ത ആ തോണിക്കാരൻ്റെ കൈ എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. കാരണം അയാൾ എന്ത് ചെയ്യുകയാണ്, തുഴ വച്ച് തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ജീവിതമാകുന്ന ഇതിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം നാം എന്ത് ചെയ്യുക, നിർത്താതെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നിർത്താതെ നാം അതിലൂടെ നേരിടുക. ഉസ്കി ഹി ബെൽപ്പർ കർ ഡാലേ സാത്തോം സാഗർ പാർ. അപ്പൊ അയാൾ എപ്പോഴും, ആ തോണിക്കാരൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അയാളുടെ കൈ നിൽക്കുന്നില്ല. അപ്പൊ ആ നിരന്തരമായ പ്രയത്നം, ആ നിരന്തരമായ നിർത്താതെയുള്ള ആ ഒരു കഷ്ടപ്പാട് എന്ത് ചെയ്യുന്നു മക്കളെ, സാത്തോം സാഗർ പാർ 7 കടലുകളും കടക്കാൻ അയാളെ പ്രാപ്തനാക്കുന്നു. അതായത് വിജയം നേടാൻ പ്രാപ്തനാക്കുന്നു എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് കവി പറയും, നിങ്ങളും നിങ്ങളുടെ തോണി എന്ത് ചെയ്യുക, തൂഫാനോം കി ഓർ ഘുമാദോ നാവിക്ക് നിച്ച് പതുവാർ. നിങ്ങൾ നിങ്ങളുടെ തോണി കൊടുങ്കാറ്റിന് നേരെ തുഴയുക എന്നാണ് അല്ലേ. അപ്പൊ ക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷമത ശക്തി. മാഞ്ചി എന്ന് പറഞ്ഞാൽ തോണിക്കാരൻ. തക്കിന ക്ഷീണിക്കുക. പിന്നെയോ സ്പന്ദൻ, സ്പന്ദൻ എന്ന് പറയുന്നത് നാഡിമിടിപ്പ്, നമ്മുടെ പൾസ്. അതുപോലെ രുക്കിന സ്റ്റോപ്പ് ചെയ്യുക. സാൻസ് ശ്വാസം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശ്വാസം എന്ത് ചെയ്യുക, ശ്വാസം പോകുന്നത് വരെയും തോണിക്കാരൻ എങ്ങനെയാണോ തൻ്റെ തോണി ചലിപ്പിക്കുന്ന, അതുപോലെ നാമും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടതകൾക്കും നേരെ കണ്ണടച്ച് നിൽക്കാതെ അതിനെ നന്നായിട്ട് എതിരിടൂ, നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. നല്ല ഒരു സന്ദേശമാണ് നമുക്ക് ഈ കവിതയിലൂടെ ലഭിക്കുന്നത്. നന്നായിട്ട് ഈ യൂണിറ്റ് മനസ്സിലായി കാണുമെന്ന് ടീച്ചർ കരുതുന്നു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അത് പുതിയ യൂണിറ്റോടുകൂടി. ഓക്കെ, അപ്പൊ ബച്ചും ധന്യവാദം.